ആശംസാ പ്രസംഗത്തിനായി ശ്രീ അഭിഷേക് ഗുരുവായൂരെ ക്ഷണിക്കുന്നു. നമസ്കാരം. നേരത്തെ ഇവിടെ പറയപ്പെട്ട പോലെ ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടാൻ ഏറ്റവും നല്ല വേദിയാണ് ഇത്. ഈ ജില്ല, ഈ സ്ഥലം, ഈ കാറ്റ്, ഈ അവസ്ഥ എല്ലാം അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെതായ പ്രവചിക്കപ്പെട്ടതുപോലുള്ള ഒരു ഭാവിയും ഈ പുസ്തകങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും ദിവസമാണ്. ഒറ്റ വരി ആശംസയിൽ ഇവരോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാനൊക്കെ ചെയ്യേണ്ടത്. ഞാൻ എഴുത്തിൻ്റെ ആളല്ല, പറച്ചിൻ്റെ ആളാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ വേദികളിലുണ്ട്. ആളുകളെ പ്രചോദിപ്പിക്കുക, അതാണ് ജോലി. ലിറ്ററേച്ചറാണ് പഠിച്ചത്. കോളേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് തൊട്ടിട്ടില്ല. അപ്പൊ അതിൻ്റെ ഒരു കുറ്റബോധമുണ്ട്. വായിക്കുമായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കുമായിരുന്നു. എഴുത്ത് ഒട്ടുമില്ല. ഇവൻ കഴിഞ്ഞ മാസത്തെ വനിതയിൽ എൻ്റെ ഒരു ലേഖനമുണ്ട്, മനോരമയുടെ വനിതയിൽ ഒരു ലേഖനമുണ്ട്. അവരെ എഴുതി തരാൻ പറഞ്ഞ് എന്നെ വിളിച്ച് നിരന്തരം വിളിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ അവരവസാനം ചോദിച്ചു, ഒരു വീഡിയോ തരുമോ? അപ്പൊ ഞാനൊരു വീഡിയോ ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് അവര് അതിൽ എഴുതി. അങ്ങനെയാണ് ലേഖനം വന്നത്. അപ്പൊ ഈ അസൂയാണ് ഇവരോട് രണ്ടുപേരോട്, എഴുതുന്നവരോട്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? പലപ്പോഴും ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് സ്ഥലം മാറിയപ്പോ 5 ചാക്ക് നിറച്ചുണ്ട് പുസ്തകങ്ങളുണ്ടായി. സാധാരണ കടം വാങ്ങിച്ച പുസ്തകങ്ങൾ കൊണ്ടാണ് ലൈബ്രറികൾ നിർമ്മിക്കപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു തന്നെയാണ്. പക്ഷെ തൊട്ട് നോക്കിയിട്ടില്ല. അവസാനം ഇവിടുത്തെ ലൈബ്രറികൾക്കും ഇവിടുത്തെ സ്കൂളുകൾക്കും ഒക്കെ കൊടുത്തു. ആ പരിപാടി നിർത്തി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അറിയാതെ വീണ്ടും ഇവിടുത്തെ താമസത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഒരു ലൈബ്രറി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതും തൊടാത്ത ബുക്കുകളാണ് പൊതുവെ. ഒരു പുസ്തകം നമ്മളോടൊപ്പം വളരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം ഒരു പുസ്തകം, നമ്മൾ പണ്ട് വായിച്ച പുസ്തകം വീണ്ടും കുറെ കാലം കഴിഞ്ഞ് വായിക്കുമ്പോൾ അതിലെ അർത്ഥങ്ങളൊക്കെ മാറുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. സാഹിത്യം പഠിച്ചതുകൊണ്ട് സാഹിത്യത്തെ കുറിച്ച് കേട്ട ഒരു മനോഹരമായ സംഗതി, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ റിഫ്ലക്ഷനാണ് സാഹിത്യം. ലിറ്ററേച്ചർ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ്സ്. മനുഷ്യന്മാരെ എല്ലാം ആശയവും നിരാശയും പ്രണയവും കാമനയും എന്തായാലും പറയാം, മനുഷ്യന്റെ എല്ലാതും സാഹിത്യത്തിലുണ്ടല്ലോ. വൻകരകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. പണ്ട് തലയിൽ കുറച്ച് പേരുണ്ട്. ഞാൻ ഇങ്ങോട്ടുള്ള യാത്രയിൽ ഓർത്തെടുത്തപ്പോൾ കിട്ടിയത് നമ്മുടെ മെക്കാണ്ടോ എന്ന് പറഞ്ഞൊരു ഗ്രാമം, മെക്കാണ്ടോ തന്നെയല്ലേ, ഗുവണ്ടിയ അല്ലേ, അതൊക്കെ അന്നത്തെ ഓർമ്മയിൽ ഇങ്ങനെ വരിക. പക്ഷെ വൻകരകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. ആ കൊളംബിയയിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഇരുന്നിട്ട് നമ്മുടെ മാർക്കേസ് 100 years of solitude ഇങ്ങനെ എഴുതുമ്പോ അടിയന്തരത്തിന് ശേഷം ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ, ആ വാക്കുകളൊക്കെ ഓർമ്മയുണ്ട്. ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ അസ്തമയ സൂര്യനിലേക്ക് മുഖം തിരിച്ച് ഒരു കസേര വലിച്ചിട്ട് അയാൾ എഴുതി തുടങ്ങി. അയാൾ എഴുതി തുടങ്ങിയപ്പോ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് കേരളത്തിലൊരു മലയാളി ഉമ്മറത്തേക്ക് കസേര വലിച്ചിട്ട് അയാൾ വായിച്ചു തുടങ്ങി. അങ്ങനെ ഈ 2 വൻകരകളും കണക്റ്റഡായി. സാഹിത്യ ക്ലാസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വസന്തം ചെറിപ്പഴത്തിനോട് ചെയ്തത് നിന്റെ ചുണ്ടുകളോട് ഞാൻ ചെയ്യട്ടെ എന്ന് കവി ചോദിച്ചു. അപ്പൊ സാറ് ചോദിച്ചു, എന്തായിരിക്കും വസന്തം ചെറിപ്പഴത്തോട് ചെയ്തത്? നമുക്കൊരു പിടുത്തമില്ല. നമ്മൾ വസന്തവും കണ്ടിട്ടില്ല, ചെറിപ്പഴം ചെടിയിൽ നിൽക്കുന്നതും കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു കേട്ട ഉത്തരം ചുവപ്പിച്ചതാണ്. ആ പെൺകുട്ടിയുടെ ചുണ്ടുകളെ ചുവപ്പിച്ചു. അത് വസന്തം ചെറിപ്പഴത്തെ ചുവപ്പിച്ച പോലെ ചുവപ്പിക്കാം. പക്ഷെ അന്ന് തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടുകൾ ചുവപ്പിക്കാം ചുംബനം കൊണ്ട് എന്നൊരു സാധ്യത പോലും ചിന്തിച്ചിരുന്നില്ല. കാരണം അത്ര ലഹരി യുവാക്കൾക്കുണ്ടായിരുന്നു. ആ ലഹരിയിൽ ഇങ്ങനെ ഏർപ്പെട്ട് മുങ്ങിത്താണ് ഇങ്ങനെ വന്നതാണ്. അവിടെ നിർത്തിയിട്ടോ. നമ്മുടെയൊക്കെ സാഹിത്യവും എന്തായാലും പറയാ, അന്നത്തെ ഈ തെരുവിലെ രക്തം കാണും ഇത്രയും കഴിഞ്ഞപ്പോൾ എന്റെ സാഹിത്യം അവസാനിച്ചു. പിന്നെ MT ആണ് നേരത്തെ പറഞ്ഞ 4 കെട്ടും കാലവും വായിച്ച് നേരെ പോയ MTയുടെ വീടിന്റെ മുമ്പിൽ നിന്നൊരു ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് വാരണാസി വായിച്ചപ്പോൾ പിന്നെ വാരണാസിയിലേക്ക് പോകാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്കും നമുക്കൊക്കെ ബുദ്ധി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മുടെ ആ പഴയ നമ്മളെ നഷ്ടപ്പെട്ടു. വീണ്ടും വായിക്കാനുള്ളൊരു പ്രചോദനം ഇതിൽ നിന്ന് കിട്ടുമോ എന്നറിയാനാണ് ഞാനിവിടെ വന്നത്. നമ്മളൊക്കെ ഇങ്ങനെ വീണ്ടും പരസ്പരം
കണക്ട് ചെയ്യപ്പെടല്ലേ. ഇത് ഒരു ലോകമാണല്ലോ. ഒരാളുടെ ഇവര് കണ്ട, നമ്മൾ കാണാത്ത, ഇവരനുഭവിച്ച, അല്ലെങ്കിൽ ഇവര് സങ്കല്പിച്ചെടുത്തൊരു ലോകമാണല്ലോ. ആ ലോകത്തിലേക്ക് ഊളിയിടാൻ നമുക്കൊക്കെ പറ്റട്ടെ. ഒരു പുസ്തകം തുറന്ന് അതിലേക്ക് ഊളിയിട്ട് അത് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ പിന്നീട് അതിൽ നിന്ന് മുഖമുയർത്തുമ്പോൾ നമ്മുടെ ലോകം തന്നെ മാറിപ്പോയിട്ടുണ്ടാവും. ആ പുതിയ ലോകത്തിലേക്ക് കടക്കാൻ നമുക്കൊക്കെ ഈ ഒരു ഇവന്റും പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എഴുതിയ രണ്ടു പേർക്കും വലിയൊരു ആശംസ നേർന്ന് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.